പത്താമത്തെ ഫർള് അത്തഹിയ്യാത്താണ്. അത്തഹിയ്യാത്തിൽ രണ്ട് അത്തഹിയ്യാത്ത് ഉണ്ടാകും. അതിൽ അവസാനത്തെ അത്തഹിയ്യാത്താണ് ഫർളായിട്ടുള്ളത്. ഏത് നിസ്കാരത്തിലും 2 റക്അത്തുള്ളതായാലും 4 റക്അത്തായാലും 3 റക്അത്തായാലും ഒടുവിലത്തെ അത്തഹിയ്യാത്താണ് നിർബന്ധമായിട്ടുള്ളത്. അത്തഹിയ്യാത്ത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ അതിൻ്റെ വാചകങ്ങൾ വളരെ കൃത്യമായി പഠിക്കേണ്ടതും അത് ഓരോ നിസ്കാരത്തിലും വളരെ കൃത്യമായി നമ്മൾ ചൊല്ലേണ്ടതുമാണ്. ഏതുപോലെ? സൂറത്തുൽ ഫാത്തിഹ പോലെ. സൂറത്തുൽ ഫാത്തിഹ പോലെ നമുക്കിവിടെ പറയാനുള്ളത് വളരെ കുറവേ ഉള്ളൂ. നിസ്കാരത്തിൽ നിർബന്ധമായി പറയേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ്. ഒന്ന് അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം. മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹ. പിന്നെ ഏതാണ്? പിന്നെയുള്ളത് ഈ അത്തഹിയ്യാത്താണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് അടുത്ത ഫർള് പറയുന്നുണ്ട് 4. 5 അസ്സലാമു അലൈക്കും. ഈ 5 കാര്യങ്ങളെ നമുക്ക് നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് പറയേണ്ടതുള്ളൂ. 14 ഫർളുകളിൽ നിന്നും ഒരെണ്ണം മനസ്സിൽ കരുതേണ്ടത്, ബാക്കി ഈ 5 എണ്ണം നമ്മൾ പറയേണ്ടത്. ബാക്കി 14 എണ്ണത്തിൽ ബാക്കി 8 ഏതാണ്? ബാക്കിയുള്ളത് എത്രയാണ്? 14 6 കഴിഞ്ഞാല് ബാക്കി 8. 8 ബാക്കി 8 ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ പറയാനുള്ള 5 എണ്ണവും അതിൽ ഒരു അക്ഷരത്തിനും തെറ്റില്ലാതെ തന്നെ പറയണം. അപ്പൊ അത്തഹിയ്യാത്ത് അത് ഫാത്തിഹ നമ്മൾ ഏത് ശ്രദ്ധയോടെ നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ, ആ പ്രാധാന്യത്തോടെ അതേ സൂക്ഷ്മതയോടുകൂടി അത്തഹിയ്യാത്തിന്റെ വചനങ്ങളും നമ്മൾ പറയണം കൃത്യമായിട്ട്. അതിലൊരു അക്ഷരത്തിനോ ഒരു ഷദ്ദിനോ മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതാ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് അത്തഹിയ്യാത്ത് പഠിപ്പിച്ചു തന്നു. കഫി ബൈന കഫൈഹി, എന്റെ മുൻകൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈയുടെ ഇടയിലായിരുന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ എന്നെ അത്രത്തോളം ചേർത്ത് ഇരുത്തിയാണ് എനിക്ക് അത്തഹിയ്യാത്ത് പറഞ്ഞു പഠിപ്പിച്ചു തന്നു. എന്തിനു വേണ്ടി? നബി തങ്ങൾ ഉച്ചരിക്കുന്നത് അതേ ഉച്ചാരണം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചുണ്ടിൽ നിന്ന് ചുണ്ടിനോട് കേട്ട് നല്ല നിലയിൽ പഠിക്കാൻ വേണ്ടി. അതാണ് അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞത്. കഫീ ബൈന കഫൈഹി, എന്റെ മുൻകൈ നബിതങ്ങളുടെ 2 കൈയുടെ ഇടയിലായിരുന്നു എന്ന് പറയാൻ എന്നെ പിടിച്ചിരുത്തി, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രയും അടുത്തിരുത്തിയാണ് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്ത് പഠിപ്പിച്ചത്. എന്നിട്ടോ കമാ യുഅല്ലിമനി സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിന്റെ ഒരു സൂറത്ത് എനിക്ക് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ നബി തങ്ങൾ എനിക്ക് അത്തഹിയ്യാത്ത് പഠിപ്പിച്ചു തന്നു. ഒരു ഖുർആനിന്റെ സൂറത്തിൽ പഠിപ്പിക്കുമ്പോൾ അത് അല്ലാഹു തആല എപ്രകാരമാണോ അവതരിപ്പിച്ചത് അതിലൊരു ഹർഫിന് ഒരു ഹറക്കത്തിന് മാറ്റം വരാൻ പാടില്ല. ഉള്ള ശബ്ദ ഒഴിവാക്കാൻ പാടില്ല, ഇല്ലാത്ത ശബ്ദ പറയാൻ പാടില്ല. ഖുർആനിന്റെ ഒരു സൂറത്ത് പഠിക്കുമ്പോൾ അത്രയും സൂക്ഷ്മത, അതേ സൂക്ഷ്മതയോടെ അതേ ശ്രദ്ധയോടെ അത്തഹിയ്യാത്തും എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ അത്തഹിയ്യാത്തിന്റെ വചനങ്ങൾ കൃത്യമായിരിക്കണം. വളരെ കുറവാണല്ലോ അത്തഹിയ്യാത്തു ലില്ലാഹി. ഞാൻ പറയുന്നത് ഹദീസിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ വന്നതാണ്. നമ്മൾ സാധാരണ പറയുന്നത് നമുക്കറിയാം. ആ പറയുന്നതില് ഫർളായ വാചകങ്ങളോടൊപ്പം സുന്നത്തായ ചില വാക്കുകളും അതിലുണ്ട്. എന്നാൽ ഹദീസിൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ വന്നത് ഇത്രയേ ഉള്ളൂ: അത്തഹിയ്യാത്തു ലില്ലാഹ്, സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് നിർബന്ധമായ ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇതിനിടയിൽ നമ്മൾ അധികമായി പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പറയാം. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വാക്കുകളിലെ ഒരു അക്ഷരത്തിന്റെയോ ഒരു ഹർഫിന്റെ ഒരു അക്ഷരത്തിന്റെയോ ഹറക്കത്തിന്റെയോ വ്യത്യാസം വരാൻ പാടില്ല. ഫാത്തിഹ പോലെ അത്തഹിയ്യാത്തു നമ്മൾ സാധാരണ പറയുന്നത്
അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി. അവിടെ അത്തഹിയ്യാത്തു ലില്ലാഹി എന്ന് പറഞ്ഞാൽ ഫർള് വീടും. ഇപ്പൊ നമ്മൾ സുന്നത്തായ വാചകങ്ങളാണ് ബാക്കിയുള്ളത്. അത്തഹിയ്യാത്തു കഴിഞ്ഞിട്ട് അൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി. അപ്പോ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞു നോക്കി, നമ്മൾ പറയുന്ന കറക്റ്റ്. അത്തഹിയ്യാത്തില് യാഇന് ശബ്ദമുണ്ട്, അത്തഹിയ്യാത്ത് അല്ല, അത്തഹിയ്യാത്ത് യാഇന് ശബ്ദം. അത്തഹിയ്യാത്തു അതാണ് പറയുന്നത്, ശബ്ദം ഒഴിവാൻ പാടില്ല. നമ്മള് ഇയ്യാക്ക എന്നുള്ളത് ഇയ്യാക്ക പറയാൻ പാടില്ല എന്നത് പറഞ്ഞതുപോലെ ഇവിടെ അത്തഹിയ്യാത്തു എന്നതിനെ നമ്മളത് നേർപ്പിച്ച് യാഇന് ശബ്ദം ഒഴിവാട്ട് അത്തഹിയ്യാത്തു എന്ന് പറയാൻ പാടില്ല. അത്തഹിയ്യാത്തു അത്തഹിയ്യാത്തുനോ എങ്ങനെ പറയണം? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത്രയാണ് തഹയ്യാത്ത്. ഇത് കൃത്യമായിരിക്കണം. ഇതില് ഏതെങ്കിലും ഒരു വ്യത്യാസം ഒന്ന് വരാൻ പാടില്ല. ഏതുവരെ നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ പറയും അത്തഹിയ്യാത്തിൽ യാ പോകാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ, അവിടെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാ. എന്താ വ്യത്യാസം? അഷ്ഹദു അല്ലാ ഇലാഹ ആ കഴിഞ്ഞിട്ട് ലാക്ക് ശബ്ദം കൊടുക്കണം. അൻ ഇൻ എന്ന ശബ്ദം അവിടെ ഇല്ല, മറിച്ച് ആ കഴിഞ്ഞ പിന്നെ ഏതാണ്? ല. അപ്പൊ അഷ്ഹദു അല്ല അല്ല എങ്ങനെ പറയരുത്? അല്ല അല്ല എന്ന് പറയാൻ പാടില്ല. എഴുത്തിന് അങ്ങനെ വരിക, എഴുത്തില് അല്ല ഇല എന്നുള്ളത് അതിന് കാരണമുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എങ്ങനെ പറയണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അല്ല പറഞ്ഞാൽ എന്താ കുഴപ്പം? ലായുടെ ശബ്ദം പോയി. അതുപോലെ വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയാൻ പാടില്ല. എങ്ങനെ അന്ന പലരും പറയുന്നത് അങ്ങനെ മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദൻ റസൂലുള്ളാഹ്. അവിടെ ദൻ എന്നില്ല, ഈ ദായ റായിലേക്ക് ചേർക്കുകയാണ്. അപ്പൊ റായിന് ശബ്ദം വരണം, ഇന്നെന്ന ശബ്ദം അവിടെ ഒഴിവാകണം. അപ്പൊ എങ്ങനെ പറയും? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് ലാമിന് ലമ്മാണ്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പൊ മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ തന്നെ വരണം. എങ്ങനെ വരാൻ പാടില്ല? മുഹമ്മദൻ. ഞാനിത് കൂടുതൽ എടുത്ത് സൂക്ഷ്മതയോടെ പറയാൻ കാരണം പലരുടെയും പറച്ചിലിൽ അങ്ങനെ വരാം. മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെ വരണം? മുഹമ്മദർ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ ചിലര് സ്വലാത്ത് ചെല്ലുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് നിസ്സാരമായിട്ട് കാണും, എങ്കിലും ഉച്ചാരണം ശരിയായില്ലെങ്കിൽ ആ കാര്യം ശരിയാവില്ല. മുഹമ്മദ് എന്ന് പറയും. മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ മുഹമ്മദ്. എങ്ങനെ പറയേണ്ടത്? മുഹമ്മദ്. ചെറുതിലേ എവിടെയെങ്കിലും സ്വലാത്തിൽ പഠിച്ച മുഹമ്മദ് ആയെങ്കിൽ പിന്നെ ആയുസ് കാലം മുഴുവൻ മാറ്റാൻ പറ്റത്തില്ല. അതങ്ങനെ തന്നെ പോകും. നമുക്ക് തെറ്റായിട്ടാണെന്ന് മനസ്സിലാവൂലല്ലോ, അതുകൊണ്ടാ. അപ്പൊ മുഹമ്മദ്, മുഹമ്മദ്. നമ്മൾ വീട്ടിലെ മക്കളൊക്കെ മുഹമ്മദ് എന്ന് പറഞ്ഞാലും നമ്മളത് മാറ്റിക്കൊടുക്കണം. മുഹമ്മദ് അതാ. അപ്പൊ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എല്ലാവരും കൃത്യമായിട്ടായിരിക്കുമല്ലോ പറയുന്നത്. ഞാൻ ആരെയും നിസ്സാരമാക്കുന്നതല്ല. അഥവാ ആരിലെങ്കിലും ഒരു അക്ഷരത്തിന്റെ തെറ്റോ തിരുത്തലോ വന്നാൽ അത് നമുക്ക് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. കാരണം ഇതിൽ ഒന്നെങ്കിലും ഒന്ന് മാറിപ്പോയാൽ അത്തഹിയ്യാത്ത് ശരിയാവൂല. ഫാത്തിഹ ഓതാത്ത ആളിന് നിസ്കാരമില്ലാത്തതുപോലെ അത്തഹിയ്യാത്ത് ശരിയായില്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഷാഫി മദ്ഹബിലെ പ്രഗൽഭമായ കിതാബുകളിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പകരം അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ശരിയാവൂല. മുഹമ്മദൻ റസൂലുള്ളാഹിക്ക് പകരം മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അത്രത്തോളം ഇമാമിയങ്ങൾ കൃത്യമായിട്ട് ഇത് പറയാൻ കാരണം
അത് നമ്മൾ തഹയ്യത്ത് ശരിയാകാൻ വേണ്ടിയാണ്. അല്ലാഹു തആല എല്ലാ തെറ്റുകുറ്റങ്ങളും മാറി ശരിയായ നിലയിൽ അത്തഹയ്യാത്ത് ഓതാൻ തൗഫീഖ് നൽകട്ടെ. ഒന്ന് പറഞ്ഞു നോക്കി. അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹി ലില്ലാഹി. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തു. അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ പോരാ, അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ പോരാ, അയ്യുഹൻ നബിയ്യു, യാന് ശബ്ദമുണ്ട്. അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറകാത്തു എന്ന് പറഞ്ഞാൽ ശരിയായില്ല, ബറകാതുഹു നിർത്തമ ബറകാതുഹു എന്ന് പറയാം. പക്ഷെ ഹു എന്നൊര വാക്ക് അക്ഷരം ഇവിടെ ഉണ്ട്. പിന്നെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി. ചിലരുടെ വാക്കിൽ ഇബാദില്ലാഹി എന്ന് പറയും, ഇബാദില്ലാഹി. അത് തെറ്റായ ഉച്ചാരണമാണ്. എന്താ വരേണ്ടത്? ഇബാദില്ലാഹി സ്വാലിഹീൻ. പിന്നെ മറ്റത് ഷഹാദത്ത് കലിമ നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനം അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തെങ്കിലും നമ്മളത് കേട്ട് ശരിയാക്കണം. ഒരാളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ട് പഠിച്ചാലും ഉച്ചാരണം ശരിയാവില്ല. നമ്മൾ ബുക്കിൽ നിന്നോ മറ്റോ വായിച്ച് കണ്ടു പഠിച്ചാലും ശരിയാവില്ല. നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഞാൻ ഉച്ചരിക്കാൻ കാരണം അതാണ്. നബി തങ്ങൾ സഹാബാക്കൾക്ക് അത്രത്തോളം അടുത്തിരുന്നു കൊണ്ട് അത് ഉച്ചരിച്ച് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കും. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുസ്തകത്തിലോ ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ചത് വായിച്ചിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവില്ലെന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? നിസ്കരിക്കുന്നവരെ കണ്ട് തന്നെ നിസ്കരിക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ മദ്രസയിലായാലും വീട്ടിലൊക്കെ ആയാലും എവിടെയായാലും നമ്മളെ മക്കളെ നിസ്കരിക്കാൻ പറയുന്നത് നമ്മളെ നിസ്കരിക്കുന്നത് കണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പോഴതാണ് ശരിയാവുന്നത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വചനമാണ്. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന്. ഈ അത്തഹിയ്യാത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? ഈ അത്തഹിയ്യാത്ത് എവിടെന്നാ തുടങ്ങിയത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന രംഗം മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് ബശറതു നാദി റബ്ബകൽ ഖയ്യൂമ. സിദ്റത്തുൽ മുന്തഹിയുടെ അടുക്കലെത്തുകയാണ്. ബുറാഖിലെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിദ്റത്തുൽ മുന്തഹയുടെ അത്ഭുതങ്ങളെല്ലാം കണ്ടു. അതിന്റെ വിശേഷണങ്ങളെല്ലാം ഹബീബ് പിന്നെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് യാത്ര അവിടെ അവസാനിക്കുന്നില്ല. അവിടെ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ ഇനിയും അങ്ങേക്ക് മുന്നോട്ട് യാത്രയുണ്ട്. ഇനിയും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഹളറത്തുൽ ഖുദ്സിലേക്ക് യാത്രയുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. എനിക്ക് അനുവാദം ഇവിടെ മാത്രമാണ്. എന്റെ പെർമിഷൻ ഇവിടത്തോടെ അവസാനിക്കുകയാണ്. അങ്ങോട്ട് എനിക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ വിട്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജിബ്രീലിനോടൊപ്പം ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ ഞാൻ ഒറ്റയ്ക്ക് പോകണോ? കാരണം പരിചയമില്ലാത്തൊരിടത്തേക്ക് പോകുമ്പോൾ ആർക്കായാലും അതിലൊരു വിഷമമുണ്ടാകും. ആ ഒരു ആശങ്കയിലാണ് ജിബ്രീലിനോട് ചോദിക്കുന്നത്, ജിബ്രീലെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണോ പോകേണ്ടത്? അപ്പോഴാണ് ജിബ്രീൽ പറഞ്ഞതല്ല, തഖഫ് അങ്ങ് പേടിക്കണ്ട, ബശറതു നാദി റബ്ബകൽ ഖയ്യൂമ. ഇനി നിങ്ങൾ അങ്ങയുടെ യാത്ര ഖയ്യൂമായ അല്ലാഹുവിനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി അല്ലാഹുമായി ചേർന്ന് അല്ലാഹുവിന്റെ സവിധത്തിലെത്തി അല്ലാഹുവിനെ കാണാൻ അല്ലാഹുവിനോട് സംസാരിക്കാനാണ് അങ്ങ് പോകുന്നത്. ആ ആശീർവാദത്തോടുകൂടി സിദ്റത്തുൽ മുന്തഹയിൽ കഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലെത്തുകയാണ്. ഹളറത്തുൽ ഖുദ്സ് ആർക്കും വിശേഷിപ്പിക്കാൻ കഴിയാത്ത അതൊരു മലക്കൂത്ത് സമാവാതാണ്. ആകാശ ലോകത്തുള്ള പ്രവിശാലമായ ലോകമാണ്. അവിടെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുന്ന മനോഹരമായ രംഗം
അവർണ്ണനീയമായ രംഗം അല്ലാഹുവിനെ കാണുന്നു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ആ സമയത്ത് അല്ലാഹുവിനെ കാണുമ്പോൾ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ, എല്ലാ പരിശുദ്ധമായ, എല്ലാ പവിത്രമായ തിരുമുൽ കാഴ്ചകളും അള്ളാഹുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം, അല്ലെ? അത്തഹിയ്യാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും അള്ളാഹുവിന് വേണ്ടിയാണ്. ലോകത്ത് ആരെയൊക്കെ പ്രശംസിക്കുന്നുണ്ടോ, പുകഴ്ത്തുണ്ടോ, ഉയർത്തി പറയുന്നുണ്ടോ, അതിലെ ഏറ്റവും വലിയ പ്രശംസയും ഏറ്റവും വലിയ എല്ലാ നന്മകളും അള്ളാഹുവിനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ സമീപിച്ച ആദ്യത്തെ അള്ളാഹുവിനുള്ള അഭിസംബോധന അങ്ങനെയാണ് നിബിധങ്ങളെ. അത്തഹിയ്യാത്തു മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാതു ലില്ലാഹ്. അപ്പോൾ അല്ലാഹു തആല തിരിച്ച് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓ നബിയേ, അങ്ങയുടെ മേൽ എല്ലാ രക്ഷയും, എല്ലാ കാരുണ്യവും, എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അല്ലാഹു തആല നബിതങ്ങളോട് തിരിച്ചു പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ വീണ്ടും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായി മാത്രമായി അല്ലാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നബിതങ്ങൾ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടിയും ആഗ്രഹിച്ചിട്ടുണ്ട്. നബി എന്ന് പറയുന്നത് ഒരാളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്നിനെ പ്രത്യേകമാക്കിയിട്ടില്ല. തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തിന്റെ എല്ലാ വിധവും, എല്ലാ പങ്കും തങ്ങളുടെ ഉമ്മത്തിനും കിട്ടണമെന്ന് ആഗ്രഹിച്ച അത്രയും വിശാലമായ കാരുണ്യത്തിന്റെ ഹൃദയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഉമ്മത്തിനോടുള്ള സ്നേഹമാണത്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞത് അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നല്ലേ? ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അള്ളാഹുവിന്റെ രക്ഷ ഞങ്ങളുടെ മേലോ അള്ളാഹുവിന്റെ എല്ലാ സജ്ജനങ്ങളായ അടിമകളുടെ മേലും ഉണ്ടാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഉമ്മത്തിനെ മുഴുവനും ആ സലാമിൽ ഉൾപ്പെടുത്തി. അസ്സലാമു അലൈനാ, അള്ളാഹുവിന്റെ രക്ഷ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ എല്ലാ അടിമകളുടെ മേലും ഉണ്ടാകട്ടെ. അത് കേട്ടപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തിയാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ. ഇതാണ് അത്തഹിയ്യാത്തിന്റെ നിർബന്ധമായ പൂർണ്ണമായ രൂപം. ഇതാണ് നിർബന്ധമായത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫർളാണ്. എത്രാമത്തെ ഫർളാണ്? 11ാമത്തെ ഫർളാണ്. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നിസ്കാരത്തില് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ ഫർളാണ്. നിസ്കാരത്തിൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ ഫർളാണ്. നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴുണ്ട് അങ്ങനെയുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങയുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന്. നമ്മള് നിസ്കാരത്തിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അഭിസംബോധന ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാ. നമ്മളുടെ എല്ലാ സംസാരവും, നമ്മളുടെ എല്ലാ അഭ്യർത്ഥനയും, നമ്മളുടെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോടാണ്. ആ നിസ്കാരത്തിൽ അള്ളാഹ് അല്ലാത്ത ഒന്നിനെയും അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ നിസ്കാരത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? സലാം അടക്കാൻ പാടില്ല. നിസ്കാരം ബാത്തിലായി. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാം, പക്ഷെ അടുത്ത ആളിന്, നിൽക്കുന്ന ആളിന് ഇർഹമുക്കല്ലാ എന്ന് പറയാൻ പാടില്ല. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ എന്ന് പറയല് സുന്നത്താണ്. പക്ഷെ നിസ്കാരത്തിൽ പറഞ്ഞാലോ നിസ്കാരം ബാത്തിലായി. കാരണം എന്തുകൊണ്ടാ? ഇർഹമുക്കല്ലാ, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് അഭിസംബോധന, നിസ്കാരത്തിൽ മറ്റൊരാളോട് അഭിസംബോധന ചെയ്താൽ നിസ്കാരം ബാത്തിലായി. അത് പറയുന്നത് ഖുർആനിലുള്ള ആയത്ത് തന്നെ, ആയത്ത് എന്നുള്ള ഉദ്ദേശത്തിൽ ഓതാതെ
അടുത്ത് നിൽക്കുന്ന ആളിനോട് സംസാരിക്കുന്നു എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞാൽ എന്താവും? നിസ്കാരം ബാത്തിലാവും. പറഞ്ഞ വാക്ക് ഏതിലുള്ളതാണ്? ഖുർആനിലുള്ളതാണ്. ഖുർആനിലുള്ള വാക്കാണ്. പക്ഷെ ഖുർആൻ നിസ്കാരത്തിൽ ഓതിയ പ്രതിഫലവും കിട്ടും. പക്ഷെ അവൻ പറഞ്ഞ ഉദ്ദേശം ഖുർആനിന്റെ വാക്കാണെങ്കിലും അവന്റെ ഉദ്ദേശം എന്താണ്? മറ്റൊരാളോട് സംസാരിക്കില്ല. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, ഖുർആനിലൊരായത്താണ്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, യഹ്യ നീ ശക്തമായിട്ട് ഈ കിതാബിനെ സ്വീകരിക്കുക, എടുക്കെന്നാണ്. അപ്പം സാന്ദർഭികവശാൽ ഒരാളിന്റെ മുമ്പിൽ അങ്ങനെ ഒരു യഹ്യ വരികയും തറയിൽ ഒരു ബുക്ക് കിടക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ എടുക്കാൻ പറഞ്ഞാലോ? ഓതിയത് ഖുർആന്റെ ആയത്താണെങ്കിലും അഭിസംബോധന ആരോടാണ്? അടുത്ത് നിൽക്കുന്ന യഹ്യയോടാണ്. അപ്പോഴേക്കും എന്താവും? നിസ്കാരം ബാത്തിലാവും. പക്ഷേ അങ്ങനെയുള്ള നിസ്കാരത്തിൽ തന്നെ ഒരു രംഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ആ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാതെ നിസ്കാരം സഹിയല്ല, പൂർത്തി എന്നല്ല അർത്ഥം. നിസ്കാരം സാധുവല്ല. നിസ്കാരം ശരിയാകണമെങ്കിൽ സ്വലാത്ത് ചെല്ലണം. അതാണ് 12ാമത്തെ ഫർള്, അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹുദിൽ അഖീർ. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക. നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. അപ്പം അസ്സലാമു അലൈക അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നതോടുകൂടി ഫർള് വീടി. അത്തഹിയ്യാത്ത് ഓതിയതിനു ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഫർള് കഴിഞ്ഞു. പിന്നെ അലാ ആലി മുഹമ്മദ് എന്ന് പറയൽ സുന്നത്താണ്. വെറും സുന്നത്തല്ല. നമ്മൾ ആദ്യത്തെ അത്തഹിയ്യാത്ത് പോലെ അബാദ് സുന്നത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട സുന്നത്താണ് അവസാനത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനു ശേഷം നബി തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അതിൽ തന്നെ പരിപൂർണമായ ഹദീസിൽ വന്ന സ്വലാത്ത് പ്രത്യേക സുന്നത്താണ്. അതിനാണ് നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ എന്ന് പറയുക. അത് നമുക്ക് ആദ്യത്തെ അത്തഹിയ്യാത്തില് അത്രയും സ്വലാത്ത് സുന്നത്തില്ല. ആദ്യത്തെ അത്തഹിയ്യാത്തില് സുന്നത്തുള്ള ഭാഗം എത്ര മാത്രമേ ഉള്ളൂ? നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ മാത്രമാണ് ആദ്യത്തെ അത്തഹിയ്യാത്തിൽ സുന്നത്ത്. അപ്പൊ നമ്മൾ അത്തഹിയ്യാത്ത് ഓതിയതിനു ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നതോടുകൂടി ആദ്യത്തെ അത്തഹിയ്യാത്ത് നമുക്ക് തീർക്കാം. പിന്നെ അലാ ആലി മുഹമ്മദ് എന്ന് പറയേണ്ടതും ഇല്ല. ചില പണ്ഡിതന്മാര് പറയൽ സുന്നത്താണെന്നും പറയുന്നുണ്ട്, അത് പ്രബലമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തീർന്നിട്ട് നമ്മൾ 3ാമത്തെ റക്അത്തിലേക്ക് പോണം. എന്നാൽ അവസാനത്തെ തഹിയ്യാത്തിലാണ് അത്തഹിയ്യാത്തിന് ശേഷം പരിപൂർണമായ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന മയ്യിത്ത് നിസ്കാരത്തിൽ ചെല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് അവസാനം വരെ സ്വലാത്ത്. അതിനുശേഷം പ്രബലമായ സുന്നത്താണ്, ശക്തമായ സുന്നത്താണ് ഒരു ദുആ ഓതൽ. സ്വലാത്തിന് ശേഷം അവസാനത്തെ തഹിയ്യാത്തിൽ എന്ത് ചെയ്യാം? ഒരു ദുആ ഓതുക. അത് ചെറുതാണെങ്കിൽ പോലും പ്രബലമായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, മറ്റേതെങ്കിലും മദ്ഹബില് നിർബന്ധമായ കാര്യമാണ്. നമ്മുടെ മദ്ഹബിൽ എന്തായിട്ട് വരുന്നത്? ശക്തമായ സുന്നത്ത്, ഉപേക്ഷിക്കൽ കറാഹത്ത്. മറ്റുള്ള പല മദ്ഹബിലും ഈ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും ശേഷം ദുആ ചൊല്ലല് വാജിബാണ്, നിർബന്ധമാണ്. അപ്പൊ നമുക്ക് ശക്തമായ സുന്നത്തുമാണ്. അതിൽ ഹദീസിൽ ഒരുപാട് ദുആകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രബലമായി കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന 2 ദുആയാണ് നമ്മൾ സാധാരണ ചൊല്ലുന്നത്, അല്ലെ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. ഇതാണ് ഒന്ന്. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ഇത് രണ്ടും കൂടിയാണ് പ്രബലമായ ഹദീസുകൾ ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇമാമിയങ്ങൾ ഈ രണ്ടും സുന്നത്തായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ദുആയി നമുക്ക് എന്ത് ചെയ്യാം? ഓതാം. ഏത് അത്തഹിയ്യാത്തും അവസാനത്തെ അത്തഹിയ്യാത്തില്, അത് ഫർദ് നിസ്കാരത്തിന് മാത്രമല്ല സുന്നത്ത് നിസ്കാരത്തിന്റെയും അവസാനത്തെ അത്തഹിയ്യാത്തിൽ എന്ത് വേണം? സ്വലാത്ത് ചെല്ലണം. നബി തങ്ങളുടെ കുടുംബത്തിന് മേൽ സ്വലാത്ത് ചെല്ലണം. പിന്നെയോ ഈ ദുആയും ചെയ്യണം. അപ്പൊ പിന്നെ തറാവീഹ് നിസ്കാരം പോലുള്ള വേഗത്തിലൊക്കെ നിസ്കരിച്ച് തീർക്കുന്നതാണെങ്കിലോ
ഏതോ ചെല്ലും? സാധാരണ ചെല്ലാറുണ്ടോ? ദുആ ചെല്ലാറുണ്ടോ? ഇബ്രാഹിമിയ സ്വലാത്തും ചെല്ലാറുണ്ടോ? ഏത് നിസ്കാരം പറഞ്ഞല്ലോ, സുന്നത്ത് നിസ്കാരത്തിലായാലും ഫർദ് നിസ്കാരത്തിലായാലും ഒരു ദുആ ചൊല്ലല് പ്രബലമായ സുന്നത്താണ്, ഉപേക്ഷിക്കുക കറാഹത്താണ്. നിസ്കാരത്തിൽ കറാഹത്ത് ചെയ്താൽ നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. നിസ്കാരം സഹിയാകും, പക്ഷെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് നിസ്കാരത്തിൽ കറാഹത്ത് വരാതെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അപ്പൊ എന്താ ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്? വളരെ ചുരുക്കി ദുആ ചെയ്യാം, സ്വലാത്തും ചെല്ലാം. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് സലാം വീട്ടാം. അപ്പൊ അത്തഹിയാത്തിൽ നമുക്ക് ചുരുക്കാൻ പറ്റൂല, അത്തഹിയാത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ചെല്ലണം. പിന്നെയോ സ്വലാത്ത് നമുക്ക് സ്വലാത്ത് ഇബ്രാഹിമിയെ ചൊല്ലണ്ട. ഇബ്രാഹിം സ്വലാത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടും. ഇബ്രാഹിം സ്വലാത്തിന് ഉപേക്ഷിക്കൽ കറാഹത്തില്ല, സ്വലാത്തില്ലല്ലോ എന്നുള്ളൂ. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്തിൽ നിർത്തുക. നമ്മൾ തറാവീലൊക്കെ ഞാൻ പറഞ്ഞാണ്, നമ്മൾ പെട്ടെന്ന് അത്തഹിയാത്ത് ചുരുക്കുന്ന രൂപം ഞാൻ പറഞ്ഞതാ. അപ്പോ അത്തഹിയാത്ത് ഓതിന് ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഇത്രയും ചെല്ലണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കമാ സ്വല്ലത്ത് പോലും പറയണ്ട. പിന്നെയോ നമ്മൾ ഈ പറഞ്ഞല്ലോ 2 ദുആയാണല്ലോ ഇത്. അതിൽ ആദ്യത്തെ ദുആ അങ്ങ് വിടാം. പിന്നെ എന്തെയ്യണം? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. السلام عليكم. എന്തായി? സുന്നത്തും കിട്ടി, അത്തഹിയാത്ത് പൂർത്തിയാവുകയും ചെയ്തു. അങ്ങനെ ചെയ്യാം. സമയം കിട്ടുമെങ്കിൽ പൂർണ്ണമായിട്ട് ചില ഞാൻ പറഞ്ഞു, നമ്മള് തറാവിയൊക്കെ സാധാരണ വേഗതയിലാണല്ലോ. പക്ഷെ വേഗതയിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്ത് ഉപേക്ഷിക്കാനും പറ്റൂല, അതുപോലെ തന്നെ അത്തഹിയാത്തിന്റെ ദുആയും ഉപേക്ഷിക്കാൻ പറ്റൂല, കറാഹത്താകും. ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പൊ സാധാരണ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു പോലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇടയിൽ കയറിയിട്ട് പറയാൻ പറ്റില്ല എല്ലാവരെ കൊണ്ടും, അല്ലേ? അതൊരു പ്രശ്നമല്ലേ? ശ്രമിച്ചാൽ നടക്കും അല്ലേ? അൽഹംദുലില്ലാ, അതെ, ശ്രമിച്ചാൽ നടക്കും. അല്ല, അങ്ങനെയാണ് നമ്മള് ദുആഇൽ ഇഫ്തിതാഹ് വജ്ഹത്ത് പറഞ്ഞല്ലോ. വജ്ഹത്തിന്റെ സ്ഥാനത്ത് വജ്ഹത്തിനെ ചുരുക്കിക്കൊണ്ട് വേറെ ഏതെങ്കിലും ആ സ്ഥാനത്ത് ഒരു ദുആ ചെല്ലെങ്കിൽ വജ്ഹത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ചെല്ലാം എന്നത് പോലെ ധൃതിയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇതുപോലെ അത്തഹിയാത്തിനെ ചുരുക്കിക്കൊണ്ട് ഈ രൂപത്തിൽ ചെയ്യലാണ് നല്ലത്. ഏതായാലും ദുആയോട് കൂടിയാണ് നമുക്ക് സലാം വീട്ടേണ്ടത് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ 13, 14 ഫർളുകൾ, 2 ഫർളുകൾ അടുത്ത ക്ലാസ്സിൽ അല്ലാഹു തആല പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ.